മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ മഹാലക്ഷ്മിക്കും കണ്ണനും ഇത്രയും നാൾ സന്തോഷകരമായി ഈ നിമിഷത്തിൽ ഭാര്യ ഭർത്താവ് എന്ന രൂപത്തെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. രണ്ടുപേരും ശത്രുക്കളായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം കാണാനോ മിണ്ടാനോ വിലങ്ങ് തടിയായിട്ട് ഉണ്ണിയോ അല്ലെങ്കിൽ കരുണയോ ശത്രുക്കൾ ആരെങ്കിലും കൂടെ കാണും, അതുകൊണ്ടൊന്നും സാധിക്കുന്നില്ലായിരുന്നു. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ ആ ഒരു നിമിഷം മുതൽ കണ്ണനാണെങ്കിൽ ഇനിയിപ്പോൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. മഹിയെ കാണാൻ പോകുന്നതും മഹിയെ കൂട്ടി കമലേശ്വരത്തേക്ക് വരുന്നതും ആ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ കണ്ണനും മഹാലക്ഷ്മിയും തീരുമാനിക്കുന്നു. ഈ സന്തോഷകരമായ ഈ നിമിഷം മഹിയും കൂട്ടി ഒരു ദിവസം ഒന്ന് ട്രിപ്പ് പോകാനായിട്ട് കണ്ണൻ തീരുമാനിക്കുകയും അതിനെ തുടർന്ന് മഹിയെ കൂട്ടിക്കൊണ്ടുവന്ന് കമലേശ്വരത്ത് നിന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചതിനൊക്കെ ശേഷം പോകുന്ന സമയത്ത് മഞ്ജുവും അതുപോലെ സാഗറും തൽക്കാലം വീട്ടിൽ നിന്ന് പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ശത്രുക്കൾ ആ നിമിഷം തന്നെ തങ്ങളെ മനഃപൂർവ്വം അടിച്ചിറക്കി വിടാനൊരുങ്ങുന്ന ആ ഒരു സാഹചര്യം അങ്ങനെ എന്തായാലും ഇറങ്ങി കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ച് മഞ്ജു ആണെങ്കിൽ അവർക്ക് എതിരായിട്ട് നിൽക്കുന്നു. അങ്ങനെ പുറത്ത് ബീച്ചിൽ പോകുന്ന മഹിയാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ആ സങ്കടം ഒന്ന് അറിയിക്കുന്നുണ്ട് കണ്ണനെ. അതായത് വിഷമരുന്നുള്ളിൽ ചെന്ന് ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആ സാഹചര്യത്തിലാണല്ലോ തോമസ് വൈദ്യർ തന്നെയും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ആപത്തൊന്നും കൂടാതെ രക്ഷിച്ചുവെങ്കിലും ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് തൻ്റെ കുഞ്ഞിനെ ബാധിച്ചു കാണുമോ എന്നുള്ളൊരു പേടി തന്നെ അലട്ടുന്നു എന്ന് പറയുമ്പോൾ താൻ അങ്ങനെയൊന്നും പേടിക്കണ്ടടോ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യർ നമ്മളെ അറിയിച്ചേനെ. വൈദ്യരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മാത്രമല്ല ആ സിദ്ധയായ അമ്മ ഇത്തവണ എന്നെ കണ്ടപ്പോഴും പറഞ്ഞത് തൻ്റെ ഈ ഗർഭകാലഘട്ടം ഒരുപാട് യാതനകളും പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുമെങ്കിലും നല്ല ആരോഗ്യവും അതുപോലെ നമ്മളെപ്പോലെ സഹജീവികളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന നല്ലൊരു കുഞ്ഞിനായിരിക്കും താൻ ജന്മം നൽകുന്നതെന്നാണ്. അത് കേട്ട് മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ മഹിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ണനാണെങ്കിൽ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നു, എങ്കിലും ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് വിദഗ്ധമായിട്ടാണ് അയാൾ തന്നെ ചതിച്ചത്. ഒരു ക്ലൂ മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വിഷമരുന്ന് കലർന്ന പലഹാരം താൻ കഴിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, തൻ്റെ വയറ്റിൽ ആ പലഹാരം പോയതിന് ശേഷമാണ് അയാളും അയാളുടെ ദുഷ്ടത്തിയായിട്ടുള്ള മകളും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്തായാലും കണ്ണേട്ടൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ നടക്കുന്നുണ്ട്. അതേസമയം കരുണയാണെങ്കിൽ തിരികെ കരുണാലയത്തിലേക്ക് പോകുകയെന്ന് പറയുമ്പം ദുർഗ പറയുന്നു, മോൾ ഇപ്പോഴും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാൻ പറയുമ്പോൾ ഞാനൊരു സന്തോഷ വാർത്ത കേട്ടതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. എന്തായാലും അധികം താമസിക്കാതെ അച്ഛൻ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ സന്തോഷ വാർത്ത തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ മനസ്സ് വിഷമിച്ചാൽ അത് അച്ഛന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഉറച്ച തീരുമാനം എടുത്ത അച്ഛൻ പോയിരിക്കുന്നതെന്ന് പറയുമ്പം ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്, രണ്ടും കൽപ്പിച്ച എൻ്റെ അമ്മായിയച്ഛൻ അവരെ തീർക്കാനായിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ എന്തെങ്കിലും സംഭവിച്ചുകൂടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അധികമൊന്നും ആഗ്രഹിക്കേണ്ട മോനെ, നമ്മൾ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുള്ളതാണല്ലോ എന്ന് ദുർഗയും പറയുന്നു. അതേസമയം ലേഖയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുവാണ്. കണ്ണനും മഹിയും കൂടെ ഒരുമിച്ച് ട്രിപ്പ് പോയിരിക്കുന്നു. ഇപ്പം മഹിയുടെ വയറ്റിലുള്ളായിരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണനാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ശത്രുക്കൾ എങ്ങനെയായിരിക്കും അവരോട് പ്രതികാരം ചെയ്യുക, രണ്ടുപേരെയും ഇനി അപായപ്പെടുത്താൻ ശ്രമിക്കുമോ, അങ്ങനെയൊക്കെ 100 കൂട്ടം ടെൻഷനായിട്ടിരിക്കുന്ന ലേഖയാണെങ്കിൽ അനന്ത് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, താൻ പറയുന്നതിലും കാര്യമില്ലാതില്ല. കാരണം ഇന്ന് രാവിലെ ഇവിടേക്ക് കയറി വന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ കരുണ, അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ ഒരു ചതി ഒളിപ്പിച്ചാൽ ഇങ്ങോട്ടേക്ക് നിന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ടോ എന്ന് പറയുമ്പം എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ണേട്ടനോട് തിരികെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാലോ. അവൻ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം കുറേ നാളുകൊണ്ട് മഹിയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ താമസിച്ച അവന് ഇപ്പോൾ എല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആരെയും ഭയക്കണ്ട, ഇനി ആരറിഞ്ഞാലും ഒന്നും പേടിക്കണ്ട എന്നുള്ളൊരു ആവേശത്തിലാണ്. അതേസമയം രാവിലെ കമലേശ്വരത്തേക്ക് പോയ കരുണ തിരികെ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ അതിശയിച്ച് നോക്കി നിൽക്കുന്നു. മോൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തായാലും മോള് ആഗ്രഹിക്കുന്ന ആ സന്തോഷ വാർത്ത തരാൻ വേണ്ടിയിട്ടല്ലേ മോളുടെ അച്ഛൻ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം വന്നാൽ പോരായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്ത അച്ഛനായിട്ട് നേരിട്ട് വന്ന് എന്നോട് പറയണം. എങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷവും ഉറപ്പും ആകുള്ളൂ. ആ ഒരു സന്തോഷ നിമിഷം എല്ലാവരും ചങ്ക് പൊട്ടി കരയുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇനി കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നുള്ളൂ. എൻ്റെ ശത്രുക്കൾ അവർ കരയുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അധികം താമസിക്കാതെ മോളുടെ ആഗ്രഹം അതുപോലെ നടത്തിത്തരും. കാരണം പ്രതാപൻ രണ്ടും കൽപ്പിച്ച അവൻ്റെ ജീവൻ പോലും ബലി നൽകിയിട്ടായാലും മോളുടെ സന്തോഷം കാണണമെന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പം പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും അവന് യാതൊരു പേടിയില്ല. അതേസമയം മുത്തശ്ശിയും കരുണയും ഇങ്ങനെ സംസാരിക്കുന്നത് മോഹിനിയമ്മയാണെങ്കിൽ കാണുന്നുണ്ട്. എന്താ സംസാരിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഒരു ചതി
പിന്നാലെ വരുന്നു എന്നുള്ള കാര്യം മോഹിനിയമ്മയ്ക്ക് മനസ്സിലാകുന്നു. രാവിലെ പോയ കരുണ എന്താ ഇത്ര പെട്ടെന്ന് തിരികെ വന്നതെന്ന് അതിശയിച്ച് സംശയിച്ച് നിൽക്കുന്ന മോഹിനിയമ്മയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. പ്രതാപൻ കണ്ണൻ നടക്കുന്ന ആ ഒരു കാഴ്ച നേരിട്ട് കാണുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം.